Hello friends, നമസ്കാരം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്തോ ക്ലിയർ ആവുന്നില്ല, ഒന്ന് പറയാമോ? നമുക്ക് 91 കഴിഞ്ഞവർക്ക് ഓപ്ഷൻസിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും പ്ലസ് റിവിഷനും പിന്നെ ലൈവ് ട്രേഡിങ്ങും ആണ് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പം 91 കഴിഞ്ഞവർക്കും പങ്കെടുക്കാം. അതിനു മുമ്പ് എന്തോ ക്ലിയർ ആയില്ല, പറഞ്ഞോളൂ. 93 ബാച്ച് കഴിഞ്ഞതാണോ ഓൾറെഡി? ഞങ്ങള് 93 ആണ്. ക്ലാസ് കഴിഞ്ഞതാണോ ഓൾറെഡി? ഇല്ല, ഞങ്ങൾക്ക് ഓപ്ഷൻ തുടങ്ങിയിട്ടില്ല. സാർ 93 ബാച്ചിനുണ്ടോ? ഓക്കെ, ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ 93 ബാച്ചിന് ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പ്യൂർലി ഓപ്ഷൻ ബൈയിങ്ങിന്റെ ക്ലാസ് ആണ്. ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജീസും അതിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞുള്ളൂ. അടുത്ത ക്ലാസ്സിന്റെ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ലിങ്ക് വന്നതാണ് ഗ്രൂപ്പിൽ. 93-ലാണോ ലിങ്ക് വന്നേക്കുന്നത്? അതെ അതെ. ഓക്കെ. അപ്പൊ അത് ട്രേഡിംഗ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഇടേണ്ടതാണ്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. 93-കാർക്കല്ല, 91, 90 ബാച്ചുകാർക്കാണത്. ഒരു മിനിറ്റ്. ഫോർവേഡ് ഒഫീഷ്യൽ. ഓക്കെ, ഹലോ. ഇത് 91 ബാച്ചിലുള്ളവർക്കാണ്. അതിന് മുമ്പത്തെ ബാച്ചുകളിലും ഉള്ളവർക്കാണ്. അപ്പൊ 93ലേക്ക് ഓപ്ഷൻസ് ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്കല്ല. ഓക്കെ, അപ്പോൾ 91-ലുള്ളവരും അതിന് മുമ്പുള്ളവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം.
ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 90-91 ബാച്ചിലുള്ള വല്ലവരും ഉണ്ടോ ഇല്ലേ? 90-91 ബാച്ച് അല്ലേ? ഓക്കെ, 93-94 ബാച്ചുകാർക്ക് ഓപ്ഷൻസിന്റെ ബേസിക് ക്ലാസ് കിട്ടാത്തതുകൊണ്ടൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, 90-91 മുമ്പുള്ളവർക്ക് കുഴപ്പമില്ല, ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കണ്ടത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നോ? ആരെങ്കിലും പുതിയതുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവര്? ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് അടിക്കാവോ? ഓക്കെ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത് നിഫ്റ്റിയിൽ ചാർട്ട് അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോരോ സെക്ഷൻസ് പുതിയതായിട്ട് കാണാം. അതിനൊപ്പം നിങ്ങൾ ക്ലാസ്സിൽ കവർ ചെയ്ത കാര്യങ്ങളിൽ ഈ അനാലിസിസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻസിന്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സും ഇതിനൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി 90-91 ബാച്ചിന് മുമ്പുള്ള ആൾക്കാർ ഇത് ഓൾറെഡി അനാലിസിസ് ഒക്കെ തറമായിട്ട് മനസ്സിലായെങ്കിൽ 90 അഡ്വാൻസ്ഡ് ലൈവിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്, 1 ഡേ ചാർട്ടാണിത് അല്ലേ. അപ്പം എങ്ങനെയാണ് നിഫ്റ്റി അനാലിസിസ്? മുമ്പത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നിഫ്റ്റി അനാലിസിസിന്റെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? എവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് 1 ഡേ ചാർട്ടിലോട്ട് ഇട്ടിട്ട് 1 ഡേ ചാർട്ടിലോട്ട് ഇട്ടിട്ട് അതിന് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് വരയ്ക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ട് നോക്കണം അല്ലെ. 1 ഡേ ചാർട്ട് എടുത്തിട്ട് പ്രീവിയസ് 3 or 4 ഡേയ്സിന്റെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് അതിനോട് അടുത്തുള്ളത് മാത്രം മാർക്ക് ചെയ്താൽ മതി. അപ്പൊ എവിടേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മാർക്കറ്റ് ഇന്നൊരു പതിവില്ലാത്ത വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് വിചാരിച്ച് ഇന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആവണമെന്നില്ല അല്ലേ. അപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നതോട് കൂടിയിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റ്, അമേരിക്കൻ മാർക്കറ്റ് ഒക്കെ ഒന്ന് ബുള്ളിഷാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ നിഫ്റ്റിയും ഇന്ന് കാര്യമായിട്ടൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അമേരിക്കൻ മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഏഷ്യൻ മേജർ ഇൻഡസ്ട്രീസ്, ഇതെല്ലാമാണ് ഇവിടെ ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ സെക്ഷനിൽ കണ്ടതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ കംപ്ലീറ്റ്ലി ഗ്രീൻ ആണ്. അതായത് ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ ഇന്ന് പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ചും കൂടി ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് കാണാം അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ് ജപ്പാന്റെ മാർക്കറ്റ് അടിച്ചു കയറി പോവാണ് അല്ലെ. 5% ആണെന്ന് അപ്പ്. ബാക്കിയെല്ലാം ആവറേജ് ഒരു 0.5%, 1% ഒക്കെ ഇന്ന് ബുള്ളിഷ് ആണ്. എന്നാൽ ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ക്രൂഡ് ഓയിൽ വളരെയധികം വീണിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇതുപോലെ ഒരു നല്ല ഗ്യാപ്പ് ഡൗണും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മാർക്കറ്റിന് വളരെ നല്ലതാണ്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറയുന്നത്.
ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ആ കുഴപ്പമില്ല, ഇങ്ങോട്ട് മാറണ്ടേ പറഞ്ഞു. നമ്മുടെ സ്റ്റുഡിയോ മറ്റേ ഇയാളോട് ചോദിച്ചോ, കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ എന്തോ ഷൂട്ടൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. ഉണ്ടാവില്ല, നമുക്ക് അങ്ങോട്ട് മാറാം അല്ലേ? ഇപ്പൊ മാറണം, മാറാം. ആ ഹലോ. ഓക്കെ, അപ്പോൾ US ഓയിൽ കാര്യമായിട്ടൊന്ന് ഡൗൺ ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സുകളെല്ലാം ഇന്ന് അപ്പാണ്. അപ്പോൾ ജനറലി മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ നമുക്ക് എന്ത് വേണമെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം. അതായത് ഈ ഒരു മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും ബുള്ളിഷ് ആയിട്ട് പോവാം, ചിലപ്പോൾ നല്ലൊരു ഫോള് കിട്ടിയേക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളുടെ 3-4 ദിവസങ്ങളുടെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ്സ്, അത് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ്സ് ആണ് വരയ്ക്കേണ്ടത്. ഈ കേസിൽ മാർക്കറ്റ് ഒരുപാട് ബുള്ളിഷ് ആയിട്ട് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് താഴെ വരയ്ക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് താഴെയും വേണമെങ്കിൽ മാർക്ക് ചെയ്യായിരുന്നു, പക്ഷെ ഒരു സൈഡിലേക്ക് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് താഴെ ചെയ്തുകൊണ്ട് സപ്പോർട്ടായിട്ടാണ് നമുക്ക് ഇത് വരയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തു. സെക്കൻഡ് പ്രൊസീജിയർ എന്താണ്? നമുക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജി വെച്ച് ചെയ്യുമ്പോൾ അത് വളരെ ഓർഗനൈസ്ഡ് ഫോമിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1, 2, 3 അങ്ങനെ ചെയ്യാം. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആയിരിക്കും. സെക്കൻഡായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ഓർമ്മയില്ല? 1 hour അല്ലെങ്കിൽ 30 minutes. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു മീഡിയം ടൈം ഫ്രെയിമിലേക്ക് വരാം അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ നോക്കാറ് 1 day,
1 hour അല്ലെങ്കിൽ 30 minutes, പിന്നെ സ്മോളർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 minute 3 minute അല്ലേ. അപ്പോൾ നമുക്ക് 1 ഡേയിൽ നിന്ന് നേരെ 1 hourലേക്കോ 30 minutesലേക്കോ വരാം. പക്ഷേ ബെസ്റ്റ് കോമ്പിനേഷൻ 30 minutes ആണ്. അപ്പോൾ അതൊരു ക്യാമറ സൂം ചെയ്യുന്ന പോലെയാണ്. 1 ഡേയിൽ നിന്ന് 5 minute ഉള്ളതിൻ്റെ ഏകദേശം ഒരു മധ്യമായിട്ട് നമുക്ക് 30 minutes കാണാം. ഓക്കെ, 30 minutes പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലുള്ള ചെറിയ ചെറിയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ കുറച്ചുകൊണ്ട് ഒരു ക്ലാരിറ്റിയോട് കൂടി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 30 minutes വന്നിട്ട് തൊട്ടടുത്തുള്ള സപ്പോർട്ടുകൾ നമ്മളൊരു സോണായിട്ട് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 സപ്പോർട്ട് കൂടി കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സോണായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നേക്കുന്ന സപ്പോർട്ട്സിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത് റീസൻസി ആണ്. അതായത് തൊട്ടടുത്ത് സംഭവിച്ചിരിക്കുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ്. അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം അത് സപ്പോർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ടടുത്തുമാണത് ഫ്രീക്വൻ്റ് ആയിട്ട് 2 പ്രാവശ്യം നമുക്കിവിടെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൺസ് റെസിസ്റ്റൻസ് ആയ സ്ഥലം, അപ്പോൾ അത് റെഡിലല്ല റെസിസ്റ്റൻസ് ആയതുകൊണ്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി പ്രൈസ് താഴേക്ക് വരണമെങ്കിൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ള സ്ഥലം അല്ലേ, അതുകൊണ്ട് ഗ്രീനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണ്? ഈ ഒരു സോൺ നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ. ഈ ഒരു സോൺ ഇതും നല്ല ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് സ്ട്രോങ് സപ്പോർട്ട് ആവാനുള്ള കാരണം റീസൻസി ആൻഡ് ഫ്രീക്വൻസി. ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആവാനുള്ള കാരണം നമുക്ക് നല്ല ബൗൺസ് ഡിസ്റ്റൻസ് ഉണ്ട്, അപ്രോച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇവിടേക്ക് മാർക്കറ്റ് വന്നേക്കുന്നത് ഒരുപാട് അകലേന്നാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് ലെവലിന് മാർക്കറ്റിനെ ഒരുപാട് അകലേക്ക് ബൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബൗൺസ് സ്പീഡും മുഖ്യമാണ്. എത്ര സ്പീഡിലാണ് മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. റീസൻസി, അതായത് എത്രമാത്രം അടുത്താണ് ഈ സംഭവിച്ചിരിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ വളരെ അകലെയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് വളരെ പ്രയോറിറ്റി കുറച്ച് കൊടുത്താൽ മതി. വളരെ തൊട്ടടുത്ത് സംഭവിച്ചേക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, എത്ര ഒരു ടൈമിനുള്ളിൽ എത്ര പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ദ പ്രൈസ് ഹാസ് റെസ്പെക്റ്റഡ് ബിഫോർ ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ 1 റീസൻസി, 2 ഫ്രീക്വൻസി, പിന്നെന്താണ് 3 അപ്രോച്ച് ഡിസ്റ്റൻസും ബൗൺസ് ഡിസ്റ്റൻസും. APP, ROACH, എത്ര അകലേന്നാണ് പ്രൈസ് ആ ഒരു റെസിസ്റ്റൻസിലേക്ക് വന്നത്, അതുപോലെ തന്നെ എത്ര അകലേക്ക് ബൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആ ഒരു പ്രൈസ് ലെവലിന് പ്രൈസിനെ ആ ഒരു ലെവലിന് എത്ര അകലേക്ക് തട്ടിത്തെറിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ബൗൺസ് ഡിസ്റ്റൻസ്. അപ്പോൾ ബൗൺസ് ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ BOUNCEDIS എന്ന് മാർക്ക് ചെയ്തു. 5th എലമെന്റ് എന്ന് പറയുന്നത് ബൗൺസ് സ്പീഡാണ്. അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എത്ര സ്പീഡിലാണെന്നുള്ളത് വിഷയമല്ല, പതുക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പ്രൈസ് ലെവലിൽ നിന്ന് വലിയൊരു ഹ്യൂജ് സെല്ലിങ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ബൗൺസ് സ്പീഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഘടകങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, അപ്പോൾ ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഒരു ലെവലും കൂടി നമ്മൾ അഡ്വാൻസ് ആവാണ്. അപ്പോൾ ഒരു നിഫ്റ്റിയിലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ, നമ്മുടെ സ്ട്രാറ്റജിയുടെ പേര് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി. അതിൽ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ നമുക്ക് റൗണ്ട് നമ്പറും ഉണ്ട്, ഫിബും ഉണ്ട് അല്ലേ. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. എന്താണ്, ഏകദേശം ഒരു ATR സോണായിട്ട് മാർക്ക് ചെയ്യണം. ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യണം അല്ലേ. പിന്നെ 2 or 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുള്ള സ്ഥലം, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ 2 or 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള സ്ഥലം നമ്മൾ കാണുകയാണെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ വളരെയധികം അകലേക്ക് പോകണ്ട. ഇപ്പോൾ പ്രൈസ് ഹിസ്റ്ററിയിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൾഡർ ആവും തോറും അതിന് ഇമ്പോർട്ടൻസ് കുറയും. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫാക്ടറിനെ നമുക്ക് റീസൻസി എന്ന് മനസ്സിലാക്കാം. ദെൻ അപ്രോച്ച് ഡിസ്റ്റൻസും ബൗൺസ് ഡിസ്റ്റൻസും, അതായത് ഒരു നല്ല സപ്പോർട്ട് ആവണമെങ്കിൽ
അത് അടുത്തുനിന്ന് മാർക്കറ്റ് അവിടേക്ക് വീണിട്ട് കാര്യമില്ല, കുറച്ച് അകലേന്ന് മാർക്കറ്റ് അവിടേക്ക് വീണ് കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് ബുള്ളിഷായിട്ട് മുകളിലേക്ക് കയറണത് കുറച്ച് അകലേക്ക് കയറണമെങ്കിൽ അത്രയും സ്ട്രോങ് സപ്പോർട്ടാണ്. നല്ല സ്പീഡിൽ കയറണമെങ്കിൽ അത്രയും സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പൊ സ്പീഡിൽ കയറണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ബൾക്കായിട്ടുള്ള ബൈയിങ് ഓർഡേഴ്സ് വരുമ്പോഴാണ് ബൗൺസ് ഡിസ്റ്റൻസ് കൂടുക. അതായത് അവിടെ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്നത്, പ്രൈസിനെ തട്ടിത്തെറിപ്പിക്കുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോൾ നിഫ്റ്റിയിൽ ഇനി ആവണമെന്നില്ല, ഏതൊരു അസറ്റിലും ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യാൻ നിങ്ങൾ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട 5 ഫാക്ടേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ആരെങ്കിലും അതൊന്ന് ഓർഡറിൽ പറയാമോ? ഏതൊക്കെയാണ് 5 ഫാക്ടേഴ്സ്? ഓർമ്മയുള്ളത് പറഞ്ഞോ. റീസൻസി, ഓക്കെ. ഫ്രീക്വൻസി, ബൗൺസ് ഡിസ്റ്റൻസ്, ഓക്കെ. That is the 3 maximum I can remember. അതെ, ഇനി ബൗൺസ്, Approach. യെസ്, അപ്രോച്ച് ഡിസ്റ്റൻസും ബൗൺസ് ഡിസ്റ്റൻസും. Okay. Okay. അല്ലെ? അപ്പൊ നമുക്ക് ഇതുപോലെ ഇരിക്കണം നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലെ? അപ്പോ പ്രൈസ് അതിനുശേഷം പിന്നെ ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് അല്ലെ. ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും പ്രൈസ് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നല്ല സപ്പോർട്ടുകളെ റെസിസ്റ്റൻസുകൾ നോക്കി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അസറ്റിൽ ഇതുപോലെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് പതുക്കെ അതിൻ്റെ അടുത്ത് എത്താൻ നോക്കുമ്പോൾ പല ഇൻവെസ്റ്റേഴ്സും ഒരുപോലെ, അല്ലെങ്കിൽ പല ട്രേഡേഴ്സും ഒരുപോലെ വിചാരിക്കുന്നത് ഒരു റഫർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് സപ്പോർട്ട് അല്ലെ. ഇവിടെ പ്രൈസ് എത്തിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇവിടെ പ്രൈസ് എത്തിയെന്ന് വിചാരിച്ചു. പ്രൈസ് നമ്മുടെ സപ്പോർട്ടിൽ എത്തിയിട്ടില്ല, കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ പതുക്കെ താഴ്ത്തേക്ക് വരാണ്, ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ് മുമ്പ് മാർക്കറ്റിൽ നല്ല ബൈയിങ് നടന്ന സ്ഥലം അല്ലെ. അപ്പോൾ നല്ല ബൈയിങ് നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഒന്ന്, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരുപാട് മുകളിലേക്ക് കയറിയിട്ടുണ്ടാവണം, അതുപോലെ തന്നെ നല്ല സ്പീഡിൽ മുകളിലേക്ക് കയറിയിട്ടുണ്ടാവണം. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ലെറ്റ്സ് അസ്യൂം ഇതിനു മുമ്പ് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചു, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, പിന്നെയും കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാർട്ട് എടുക്കുമ്പോൾ കാണുന്നത് ഏത് സപ്പോർട്ടായിരിക്കും? ഈ സപ്പോർട്ട് കാണാനുള്ള സാധ്യത കുറവാണ് അല്ലെ. ഈ സപ്പോർട്ടായിരിക്കും, അതായത് തൊട്ടടുത്ത് സംഭവിച്ച സപ്പോർട്ടായിരിക്കും എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പൊ ആ ഒരു ഘടകമാണ് റീസൻസി എന്ന് പറയുന്നത്. ഇതുപോലെ പല പല സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവാം, നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവാം. അപ്പൊ അതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തൊട്ടടുത്ത് കഴിഞ്ഞേക്കുന്ന സപ്പോർട്ടാണ്. പക്ഷെ തൊട്ടടുത്ത് കഴിഞ്ഞിരിക്കുന്ന സപ്പോർട്ട് ചിലപ്പോൾ വളരെ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു സപ്പോർട്ടായിരിക്കും. അതായത് പ്രൈസ് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒന്ന് വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിനേക്കാളും ബെസ്റ്റ് ആവേതാണ് കുറച്ച് മുന്നേ കഴിഞ്ഞതായ പക്ഷെ നല്ല അപ്രോച്ച് ഡിസ്റ്റൻസും ബൗൺസ് ഡിസ്റ്റൻസും ഉള്ള ഒരു സപ്പോർട്ടാണ് അല്ലെ. അപ്പൊ നമുക്കത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ വേറൊരു സപ്പോർട്ട് വരയ്ക്കാം. പ്രൈസ് ഒരുപാട് അകലേന്ന് വന്നു, അപ്പൊ ഇതാണ് അപ്രോച്ച് ഡിസ്റ്റൻസ്. അപ്പൊ അത് വേണമെങ്കിൽ സ്പീഡിൽ വരാം, സ്ലോവിൽ വരാം, അത് വിഷയമല്ല. കാരണം പ്രൈസ് താഴത്തേക്ക് ഇങ്ങനെ വേവായിട്ട് വരാം. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് അകലേക്ക് നല്ല സ്പീഡിൽ ബൗൺസ് ചെയ്ത് പോയി. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിനേക്കാളും ഈ ഒരു സപ്പോർട്ട് ലെവൽ കുറച്ച് താഴ്ത്താണ് നിൽക്കണമെന്ന് വിചാരിച്ചു. ഈ ഒരു സപ്പോർട്ട് ലെവലിനേക്കാളും ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിന് കൊടുക്കാം അല്ലെ, തൊട്ട് മുമ്പത്തെ സപ്പോർട്ടിന് കൊടുക്കാം. അപ്പൊ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട് കുറച്ച് കടുപ്പിച്ചിടുന്നുണ്ട്. ഈ സപ്പോർട്ടാണ് കുറച്ചും കൂടി സ്ട്രോങ്ങർ. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഈ ഒരു സപ്പോർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സപ്പോർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ അത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഇടുന്നുണ്ട്, കുറച്ചുകൂടി അതിന്റെ തെളിച്ചം കുറച്ചിടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുക്കാനാണ് സാധ്യത. ഇത് കുറച്ചുകൂടി മുമ്പാണെങ്കിലും വളരെയധികം അപ്രോച്ച് ഡിസ്റ്റൻസും ബൗൺസ് ഡിസ്റ്റൻസും ഉണ്ട്.
അപ്പൊ ഇതിലെല്ലാ ഫാക്ടേഴ്സും, ഈ 5 ഫാക്ടേഴ്സും ഒരു സപ്പോർട്ടിന് കിട്ടണം എന്നില്ല. പലപ്പോഴും ഇതിലേതെങ്കിലും 3 or 4 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, രണ്ടാമത്തെ പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, പിന്നെ വീണ്ടും മാർക്കറ്റ് തിരിച്ചു ഇവിടേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ നോക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഒരു കാൻഡൽസ്റ്റിക് പാറ്റേൺ കിട്ടുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഇതിൽ റീസൺസി ഉണ്ട്, അല്ലേ? തൊട്ടടുത്ത് തന്നെയാണ് ഈ 2 സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ഫ്രീക്വൻസി ഉണ്ട്, അതായത് 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, 2 or 3 വട്ടം ഉണ്ടായാൽ അത്രയും ബെസ്റ്റ്. അപ്രോച്ച് ഡിസ്റ്റൻസും ഉണ്ട്, ബൗൺസ് ഡിസ്റ്റൻസും ഉണ്ട്, അല്ലെ? ബൗൺസ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം മാർക്കറ്റ് മുമ്പ് അപ്രോച്ച് ചെയ്തേക്കാളും ഒരുപാട് അകലെന്നാണ് ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രൈസ് ലെവലിന് മാർക്കറ്റിനെ ഒരുപാട് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റി, അല്ലെ? അതും നല്ല സ്പീഡിലാണെങ്കിൽ അത്രയും ബെസ്റ്റ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യണത് സ്പീഡിലാവണമെന്നില്ല, പക്ഷെ ബൗൺസ് ചെയ്യണത് മാക്സിമം സ്പീഡിലാണെങ്കിൽ അത്ര ബെറ്റർ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വളരെ ഹാർഡ് റെസിസ്റ്റൻസ് ആണ്. അതിന് നമുക്ക് കുറച്ചും കൂടിയും അതിന്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒപ്പാസിറ്റി കൂട്ടിയിടാം. യെസ്, ഈ ഒരു സപ്പോർട്ട് തെറ്റില്ലാത്തൊരു സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും സപ്പോർട്ട് വരയ്ക്കാം, ഇവിടെയും സപ്പോർട്ട് വരയ്ക്കാം, അല്ലെ? ഇത് രണ്ടൊരു കൺഫ്യൂഷനാണ്. ഇപ്പൊ ഇതിൽ ഏത് വരയ്ക്കണം? ഇതാണോ സപ്പോർട്ട്, ഇതാണോ സപ്പോർട്ട്? അപ്പൊ എപ്പോഴും നമ്മൾ റീസൻസിക്കും ഫ്രീക്വൻസിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇവിടെ ത്തേക്കാളും റീസെന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഇതാണ്. അപ്പൊ ഇതാണ് സ്ട്രോങ്ങർ സപ്പോർട്ട്. ഇതും വേണമെങ്കിൽ നമുക്കൊന്ന് ലൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം, അല്ലെ? ഓക്കെ, ഈ ഒരു പോയിന്റും ക്രൂഷ്യലാണ്. നമ്മൾ ആ ലൈൻ വരച്ചേക്കണത് ഇന്നലത്തെ ഹൈ. ഓക്കെ, അപ്പൊ ഇതിനുള്ളിൽ എവിടെന്നെങ്കിലും ആണ് നമുക്കൊരു ട്രേഡ് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും മുകളിലേക്ക് കയറി കാരണം കൊണ്ട് ഇവിടെ നിന്ന് നേരെ തിരിയുന്ന പ്രതീക്ഷിക്കരുത്. നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിനുള്ളിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നമുക്ക് 5 മിനിറ്റിലേക്ക് പോവാം, അല്ലെ? 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ വരച്ചിട്ടതിന്റെ കാരണങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. അതൊക്കെ പോയിട്ടുണ്ടാവും, ചാർട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും, അല്ലെ? ഇതാണ് 5 മിനിറ്റ് ചാർട്ട്. അപ്പൊ 5 മിനിറ്റിൽ കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി 30 മിനിറ്റിലും 1 ഡേയിലുള്ളതൊക്കെ വരച്ചിട്ടാലേ 5 മിനിറ്റിൽ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും മാറി മാറി സ്വിച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഇനി നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും? ഇനി എവിടെ നിന്ന് കിട്ടിയാൽ നമ്മൾ ബൈ ചെയ്യും. അപ്പൊ അതിന്റെ ഒപ്പം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൗണ്ട് നമ്പർ നോക്കണ്ടേ? റൗണ്ട് നമ്പർ. അപ്പൊ ഈ ഒരു പ്രൈസ് ഇപ്പൊ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള റൗണ്ട് നമ്പർ ഏതെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 24,000 അല്ലെ? 24,000 ഓൾറെഡി ഇന്ന് തന്നെ റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞു, അല്ലെ? അവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കറക്റ്റ് അതിന്റെ ഹൈ വന്ന് നിൽക്കുന്നത്. 24,000 പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ അതിനൊരു ബിഗ് റൗണ്ട് നമ്പർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബിഗ് റൗണ്ട് നമ്പർ ഓൾ ടൈം റൗണ്ട് നമ്പർ എന്ന് പറയാം. അതായത് 1000ന്റെ ഗുണിതങ്ങൾ. അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിരിക്കും, 100ന്റെ ഗുണിതങ്ങളിലേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ തടയപ്പെട്ടത്, അല്ലെ? നമ്മൾ പഠിച്ച പോലെ തന്നെ റൗണ്ട് നമ്പർ വളരെ ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഈ റൗണ്ട് നമ്പറിലേക്ക് വീണ്ടും തിരിച്ചു കയറുമ്പോൾ ഒരു ഹൈ റിസ്ക് ടു റിവാർഡിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം, അല്ലെ? ഈ റൗണ്ട് നമ്പറിലേക്ക് തിരിച്ചു കയറിയതിന് ശേഷം 5 മിനിറ്റിന്റെ ചാർട്ടിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. നമുക്ക് ആ ട്രേഡ് ഇവിടെ വരെ റാലി ചെയ്യാം, അതായത് ഇന്നലത്തെ ഹൈ വരെ. ഇന്നലത്തെ ഹൈ ആണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് അവിടെ തിരിഞ്ഞോളണമെന്നില്ല. ഇപ്പൊ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ തിരിഞ്ഞോളണമെന്നില്ല. ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇത് കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പാടുമോ? 24,000 കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്താല് അതിന് തൊട്ട് മുകളിലായിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ഇല്ലേ? റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ നിലയ്ക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് ഒരു റെസിസ്റ്റൻസിലും തിരിഞ്ഞാൽ നമുക്ക് പുട്ടെടുക്കാം, അഥവാ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ കോൾ എടുക്കാമെന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ കോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സ്റ്റോപ്പ് ലോസ് അതിന്റെ താഴെ വെച്ച് 1:2 റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മുമ്പത്തെ റെസിസ്റ്റൻസിൽ വീണ്ടും തടയപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് ഉണ്ടായാലും ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതേ പരിപാടി ഇവിടെ നടന്നാൽ നമുക്ക് ട്രേഡ് എടുക്കാം. ആ പ്രീവിയസ് റെസിസ്റ്റൻസ് പോയിന്റ് 24,100 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, കോൾ ഓപ്ഷൻ ട്രേഡ്. അപ്പോൾ അത് ഇത്രയും
ക്രൂഷ്യൽ ആയിട്ടുള്ള നല്ല ബൗൺസ് ഡിസ്റ്റൻസും അപ്രോച്ച് ഡിസ്റ്റൻസും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഞാനതൊരു ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പിൻ പോയിന്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈനിന്റെ സെന്ററിൽ വേണം നമുക്ക് ആ ലൈൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം പീക്ക് സെൻട്രലാവണ തരത്തിൽ വേണം നമുക്ക് ഇവിടെ സോൺ വരയ്ക്കാം ആക്യുറേറ്റ് ആയിട്ട്. ഈ ഒരു സോണിൽ എത്തിയിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് തിരിഞ്ഞാൽ നമുക്ക് ഒരു പുട്ട് എടുക്കാം. ആ 24,900 അല്ലെ, അതാണ് ആ റെസിസ്റ്റൻസ് 24,900 കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇവിടെ വേണമെങ്കിൽ മാർക്കറ്റ് ഇത് 5 മിനിറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. 5 മിനിറ്റിൽ ഇവിടേക്ക് എത്തിയിട്ട് ഒരു കാൻഡിൽസ്റ്റിക് റിവേഴ്സൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ 1 മിനിറ്റിൽ നമുക്ക് എന്ത് വേണം, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. അപ്പൊ ഇപ്പോ മാർക്കറ്റ് കണ്ടോ ചെറുതായിട്ട് വേവ് ചെയ്ത് തുടങ്ങി അല്ലെ, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇനിയിപ്പോ എങ്ങോട്ട് പോകുന്നു നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലെ. ഇതൊരു അഴിച്ചിട്ട ഒരു പട്ടം പോലെയാണ് പോണത്, നമുക്ക് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണ് കാണേണ്ടത്, ഇങ്ങനെ പോയി ഇവിടെ തട്ടിയിട്ട് ഈ ഒരു 24,000 നിന്ന് നല്ലൊരു ഹ്യൂജ് സെല്ലിങ് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് റിസ്ക് ആണ്. കാരണം എന്താ, ഏർലി മോർണിംഗ് അൺപ്രഡിക്റ്റബിൾ. ഇനി വീണ്ടും ഇവിടെ നിന്ന് ഒരു പുഷ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, അത് ഈ ലോ കട്ട് ചെയ്യണമെങ്കിൽ, മുമ്പുണ്ടാക്കിയ ലോ കട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ളതിന്റെ 61% കയറുമ്പോൾ നമുക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ പുട്ട് വാങ്ങാം അല്ല. ചിലപ്പോൾ അപ്പോൾ നമുക്കൊരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ കിട്ടിയേക്കാം. കാൻഡിൽസ്റ്റിക് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ നോക്കണ്ട, നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ട്രേഡ് എടുക്കാം. ഇനി അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് താഴെയാണ്. പക്ഷെ താഴത്തേക്ക് ഇപ്പൊ പെട്ടെന്നൊന്നും എത്താനുള്ള സാധ്യതയില്ല അല്ലെ. നമ്മുടെ താഴെ കിടക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ സപ്പോർട്ടുകൾ അല്ലെ, ഈ സ്ട്രോങ് സപ്പോർട്ട്. ഇവിടേക്കൊക്കെ എത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. മാർക്കറ്റ് അതൊക്കെ വേവ് ചെയ്ത് ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ ഇവിടെ എത്താണെങ്കിൽ ഒരു 1:15 മുമ്പ് എത്താണെങ്കിൽ മാത്രം നല്ലത്. അതിനുശേഷം എത്താണെങ്കിൽ നമുക്ക് വലിയൊരു റാലി കിട്ടാനുള്ള സാധ്യത കുറയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായാൽ അതിന്റെ ഡിസ്കൗണ്ടിൽ നിന്ന് കോൾ ഓപ്ഷൻ വാങ്ങാം. അതല്ലെങ്കിൽ ഈ ഒരു ലെവല് 23,656 ഇന്നലത്തെ ലോ, അതിനെ ഇവിടെ ഇങ്ങനെ താഴ്ത്തേക്ക് വന്ന് വേവ് ചെയ്ത് താഴ്ത്തേക്ക് വന്ന് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അളന്നു നോക്കാം. അടുത്ത ബിഗർ സപ്പോർട്ടിലേക്ക് ഒരു 1:2 ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം അല്ലെ. അപ്പോൾ പ്രോബബിലിറ്റി കിട്ടാൻ കുറച്ച് ടഫായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു ബെയറിഷ് ട്രേഡ് ആയിട്ട് കാണാം, ഇത് നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് ആയിട്ട് കാണാം. ഇതിനുള്ള സാധ്യത ഇന്ന് കുറവാണ്, ചിലപ്പോൾ ഒരു പക്ഷെ നാളേക്ക് എങ്ങനെ കിട്ടിയേക്കാം. ഇനി ഇവിടെയുള്ള സാധ്യത ബുള്ളിഷ് ട്രേഡ് എന്ന് പറയുന്നത് 20,090 അല്ലെ, 20,090 ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു കോൾ എൻട്രി. അതുപോലെ തന്നെ ഈ 24,000 റിവേഴ്സ് ചെയ്യണമെങ്കിൽ, അതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ട്രേഡ് അല്ലെ. 24,000 ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബെയറിഷ് ട്രേഡ് അല്ലെ, ബെയറിഷ് ട്രേഡ്. One is to 2. അപ്പൊ ആക്ച്വലി ഈ ഒരു ട്രേഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു റാലി കിട്ടും, 1:4 or 5 കിട്ടും. പക്ഷെ മാക്സിമം ബിഗിനേഴ്സ് എപ്പോഴും 1:2 ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഒരുപാട് റാലി ട്രൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം. അപ്പൊ ക്ലിയർ അല്ലേ അനാലിസിസ്? അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങളുടെ നിഫ്റ്റിയിൽ പോയിട്ട് വരച്ചിട്ടിട്ട് മാക്സിമം ഇന്നൊരു ട്രേഡ് എടുക്കാൻ നോക്കുക. കറക്റ്റ് ലെവലിൽ വന്ന് അതുപോലെ സംഭവിച്ചാൽ മാത്രം. അപ്പൊ 24,000 ഓർത്ത് വെക്കുക, 24,900 ഓർത്ത് വെക്കുക. അതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് ട്രേഡ് കിട്ടാൻ സാധ്യതയുള്ള 2 ലെവൽസ്, അതായത് റെസിസ്റ്റൻസുകൾ. സപ്പോർട്ടുകൾ ടാർജറ്റ് എപ്പോഴും 1-ന് 2 എടുക്കാൻ നോക്കാം. നമ്മൾ എടുക്കുന്ന റിസ്കിന്റെ ഇരട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ മാർക്കറ്റ് തിരിയുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കിയിരുന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ താഴ്ത്തേക്ക് വരുന്നതിനനുസരിച്ച് പതുക്കെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുവരാം അല്ലെ. മാർക്കറ്റ് വേവ് ചെയ്ത് താഴ്ത്തേക്ക് വരുമ്പോൾ ഓരോ പ്രാവശ്യം പുതിയ ലോ കട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള സ്റ്റോപ്പ് ലോസ് അതിന് താഴേക്ക് കയറ്റി വെക്കുക.
വീണ്ടും കൺസോൾഡേറ്റ് ചെയ്ത് ഈ ലോ കട്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഈ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് കയറ്റി വെക്കുക. അങ്ങനെ ട്രെയിൽ ചെയ്ത് പതുക്കെ ട്രെയിൽ ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അതാകുമ്പോൾ ഫുൾ ടൈം അതിൽ കോൺഷ്യസ് ആയിരിക്കണം. 1:2 ആണെങ്കിൽ നമുക്ക് അലേർട്ട് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒപ്പം ജോലികൾ ചെയ്യാം അല്ലെ. അപ്പൊ ബിഗിനേഴ്സ് എപ്പോഴും 1:2 എടുത്ത് പഠിക്കുക. അവിടെ പ്രോപ്പറായിട്ടൊരു അലേർട്ട് വെക്കുക. ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിലും ഒരു അലേർട്ട് വെക്കുക, ടാർഗറ്റിലും ഒരു അലേർട്ട് വെക്കുക. ആ അലേർട്ട് അടിക്കുമ്പോൾ നിങ്ങൾ ചാർട്ട് വന്നൊന്ന് നോക്കുക എവിടെ എത്തി മാർക്കറ്റ്. ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മാനുവലി ക്യാൻസൽ ചെയ്ത് കളയാം. ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് മാനുവലി ക്യാൻസൽ ചെയ്ത് കളയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് ഒന്ന് കടന്നാലോ. എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കിയാലോ. അനാലിസിസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? സാറേ 860 സപ്പോർട്ടില്ലേ? 860 സപ്പോർട്ട് 1 ഡേ ടൈം ഫ്രെയിമില് 860 1 ഡേയില് അല്ലെ. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ വരച്ചിട്ട് കഴിഞ്ഞാൽ വേറൊരു അനാലിസിസ് ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഒബ്ജക്റ്റ് ട്രീ എന്ന് പറയുന്ന ഇവിടുന്ന് 3ാമത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ എല്ലാ ഡ്രോയിങ്സും നമുക്ക് ഷിഫ്റ്റ് അമർത്തി സെലക്ട് ചെയ്യാം. PC-യിലെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് എല്ലാം സെലക്ട് ചെയ്യുക, ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോൾഡറിനകത്തായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ചാർട്ട് ക്ലീൻ ആയി. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ. 23,800 ആണോ? 23,800 860 860 ഒന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടെ. 23,860. ഓക്കെ, ഈ ഒരു സ്പേസിന് എന്താണ് പ്രത്യേകത? ഓൾഡർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ആണോ? അല്ല, നമ്മളിപ്പോ മാർക്കറ്റ് നിൽക്കുന്നതിന് തൊട്ട് മുന്നുള്ള കാൻഡിൽസിന്റെ ഹൈയും ലോയും നോക്കണ്ടേ? എപ്പോഴും ജനറലി പ്രീവിയസ് കുറച്ച് ദിവസങ്ങളിൽ നോക്കണതായിരിക്കും നല്ലത്. ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമ്പോ എന്താ ചെയ്യാ? ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ മിക്കതും ഇന്നൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നോ നാളെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നല്ലൊരു റെസിസ്റ്റൻസ് ഇന്ന് ഷോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുട്ട് വാങ്ങാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിപ്പോൾ 1 ഡേയുടെ ചാർട്ടിലെ വലിയൊരു ഹൈ ആണ്, വലിയൊരു റെസിസ്റ്റൻസ് ആണ് അല്ലെ. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് കോൾ സൈഡ് ഫോക്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് എത്രയാണ്? 24,090 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 860 ലെവല് കാര്യമായിട്ട് നോക്കണ്ടെന്നല്ലേ? 860 ലെവല് ഒരു സ്വിംഗ് ട്രേഡർ ഒക്കെ ആണെങ്കിൽ നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം 1 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി കീ ലെവലായിട്ട് കാണാം. അത് കുറച്ചുകൂടി മുമ്പത്തെ കീ ലെവലായിരുന്നു അല്ലെ. ഇവിടെ സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട് ഒക്കെ ആയിട്ടൊരു ഓൾഡർ കീ ലെവലാണ്. അപ്പൊ ആ ഒരു ലെവല് കടന്നു പോയിട്ട് കുറച്ച് നാളായി. ഇനി അതിനെ പ്രൈസ് മാനിക്കാതായി തുടങ്ങി. വേണമെങ്കിൽ നമുക്ക് നോക്കാം, ഒരു ട്രേഡ് അവിടെ നിന്ന് എടുക്കാൻ നോക്കാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ 24,090 അല്ലെ, 24,090 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആവുന്നത്. അപ്പോഴാണ് ഒരു സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അതായത് ഇതുവരെ നമുക്ക് ലോവർ ലോ, ലോവർ ഹൈ ആയിട്ട് വന്നതാണ്. അപ്പൊ ഈ ലാസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ബുള്ളിഷ് സിനാറിയോ നോക്കാം. അപ്പൊ ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിച്ചാൽ പെട്ടെന്നൊന്നും നിഫ്റ്റി മുകളിലേക്ക് പോകാൻ പോകണില്ല. കാരണം ഇത്രയും വലിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിഫ്റ്റി വന്നേക്കണത്. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒക്കെയാണ് പോകാനുള്ള സാധ്യത. ഇനിയിപ്പോൾ യുദ്ധം കഴിഞ്ഞ കാരണം കൊണ്ട് ചിലപ്പോൾ വളരെ ബുള്ളിഷായിട്ട് ഈ ഒരു സ്പേസിലൊക്കെ സപ്പോർട്ട് എടുത്തിട്ട് പോയേക്കാം. നമ്മളെപ്പോഴും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ഷോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യുക. ഓക്കെ അല്ലേ?
ചിലപ്പോ സാർ പറഞ്ഞത് വെച്ച് ഏറ്റവും അടുത്തുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും എടുക്കുന്നതാണ് നല്ലതെന്നാണ്. അതെ അതെ, ഇപ്പൊ നമ്മളൊരു 30 മിനിറ്റ്സിലൊക്കെ നമ്മളൊരു സോണായിട്ട് വരച്ചിടാറില്ലേ, നമ്മൾ ആ ഒരു സോണുകൾ ഫോക്കസ് സാധാരണ ചെയ്യണതാണ് നല്ലത്. നിയറസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിൽക്കുന്നതിന്റെ ഹൈയും ലോ നോക്കിയിട്ടായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. ആ അതെ അതെ, പറഞ്ഞത് വെച്ചിട്ട് അതല്ല, ഇതിനെക്കാട്ടും നല്ലത് അങ്ങനെയല്ലെന്നല്ലേ പറഞ്ഞത്? തൊട്ടടുത്തുള്ള, അതായത് റീസൻസി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ പറഞ്ഞല്ലോ, തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. തൊട്ടടുത്ത് ഇപ്പൊ പ്രൈസ് അതിപ്പോ നിൽക്കുന്നതിന് ദൂരം കൂടുതലാണെങ്കിലും അത് തന്നെ എടുത്താൽ മതി. ഇപ്പൊ അതെ ആൾ ദൂരം പറഞ്ഞ കൂടുതൽ എന്ന് പോലെ പറഞ്ഞാൽ ആയതുകൊണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഇതുവരെ മാർക്കറ്റ് ഇതിലേക്ക് എത്തിയിട്ടില്ല അല്ലെ, ഫസ്റ്റ് ടൈമാണ് എത്തണത്. അപ്പൊ അതിനൊരു വെർജിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അൺമിറ്റിഗേറ്റഡ് എന്നാണ് സായിപ്പ്മാർ ഇതിനെ വിളിക്കുക. അതായത് ഒരു റെസിസ്റ്റൻസ് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് പല ആൾക്കാരും കൂടുതൽ റെസ്പെക്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റെസിസ്റ്റൻസ്. പക്ഷെ നേരത്തെ മറിച്ച് ഈ സപ്പോർട്ട് നോക്കി, ഈ ഒരു സപ്പോർട്ടൊക്കെ ഓൾറെഡി ടച്ച് ചെയ്തതാണ് അല്ലെ, ഈ ഒരു സപ്പോർട്ട് ഓൾറെഡി ഇവിടെ യൂസ്ഡ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ് പ്രൈസ് ഇതിനെ റെസ്പെക്ട് ചെയ്യാതെ തിരിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി ഓൾഡർ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഫ്രഷ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് കൊടുക്കാം. അതുപോലെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആണ്, ഇന്നലത്തെ ഹൈ, അതായത് ഈ ഒരു ഏരിയ. അതും ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ നമ്മൾ അൺമിറ്റിഗേറ്റഡ് എന്ന് പറയും. മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതുപോലെ ഒരു ഇപ്പോ ഈ ഒരു റെസിസ്റ്റൻസ് ഇന്നത് മാനിക്കാതെ ഓൾറെഡി ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി എന്ന് വിചാരിച്ചു, അപ്പൊ അത് മിറ്റിഗേറ്റഡ് ആണ്. സ്റ്റിൽ ഇത് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അത് അടുത്ത പ്രാവശ്യം ഏറ്റവും കൂടുതൽ റെസ്പെക്ട് വരാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് ആണ്. ഒപ്പം 24 എന്ന് പറയുന്ന റൗണ്ട് നമ്പറും അല്ലെ, 24 എന്ന് പറയുന്ന റൗണ്ട് നമ്പർ നമുക്ക് കാണാം. 24,000. ഈ 3 ലെവൽസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഇന്നലത്തെ ഹൈ, ജൂൺ അല്ലെ മെയ് മാസത്തെ ഹൈ, അതുപോലെ തന്നെ 24,000 റൗണ്ട് നമ്പർ. ഇത് 3ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വ്യൂ മാറിക്കൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു ഫോള് കിട്ടിയെന്ന് വിചാരിച്ചോ, 24,000 ഓൾറെഡി റെസിസ്റ്റൻസ് എടുത്തതിന് സമാണല്ലോ. ഇവിടുന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നല്ലൊരു ഫോള് കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കയറി വരികയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതിന്റെ ഫിബനോച്ചി ലെവല് പ്രസക്തമാവാൻ തുടങ്ങി. ഫിബനോച്ചി 61, 78 പ്രസക്തമാവാൻ തുടങ്ങി. അപ്പൊ പലപ്പോഴും മോർണിംഗ് ഫിബ് എന്ന് പറയും, അതായത് രാവിലെ ഇതുപോലെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ പിന്നെ തിരിച്ചു കയറി വരുമ്പോൾ ആ ഇവിടം തുടങ്ങി, ഇന്നത്തെ ഹൈ തുടങ്ങി ആ ലോ വരെയുള്ള ഇതിന്റെ 61-78% പലപ്പോഴും നല്ലൊരു റിവേഴ്സൽ കിട്ടാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് നമ്മൾ കാണുന്നത് മാർക്കറ്റ് താഴത്തേക്ക് നല്ല സ്പീഡിൽ പോയി എന്ന് വിചാരിച്ചു, ഇവിടുന്ന് ഇനിയിപ്പോൾ താഴത്തേക്ക് നല്ല സ്പീഡിൽ വന്നു. അത് കഴിഞ്ഞ് പതുക്കെ തിരിച്ച് കയറി വരാണ്. അപ്പോൾ മുകളിലേക്കുള്ളത് സ്ലോ ആയിരിക്കണം അല്ലേ. അപ്പം അങ്ങനെ കയറി വരാണെങ്കിൽ ഈ 61-78 നമുക്ക് നല്ലൊരു ഷോർട്ട് സെല്ലിംഗ് പ്രതീക്ഷിക്കാം. അത് 78 എത്താനുള്ള സാധ്യത കുറവാണ്, 78 എത്താണെങ്കിൽ ബെറ്റർ. അപ്പോൾ അവിടെ നമുക്കൊരു ആ 78 നമുക്കൊരു പാരിഷ് എൻഗൾഫിങ്ങോ ഷൂട്ടിംഗ് സ്റ്റാറോ പോലൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം. നമ്മുടെ ടാർജറ്റ് ഇവിടെ വയ്ക്കാം, 1:2 അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഹൈ വയ്ക്കാം, പ്രീവിയസ് ലോ. അപ്പോൾ മാർക്കറ്റ് ഇനി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഏത് ട്രെൻഡിലാണോ ആ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ഫിബ് ലെവൽസ് റൗണ്ട് നമ്പേഴ്സും യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിന് ഇന്ന് ബുള്ളിഷ് ആയിട്ടാണ് മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഇവിടുന്ന് നേരെ ഇവിടെ എത്തി തിരിച്ച് താഴേക്ക് വീണില്ല, നമ്മൾ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായില്ല, നേരെ മുകളിലേക്ക് കയറി ഈ ഒരു ലെവലിലും നിന്നില്ല എന്ന് വിചാരിച്ചോ, കാര്യമായിട്ട് മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വൺസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ റീടെസ്റ്റ് ചെയ്ത് തിരിയുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അതുപോലെ തന്നെ 24,000 നമുക്ക് പുട്ട് മാത്രം എടുക്കണം എന്നില്ല, 24,000 തിരിഞ്ഞാൽ പുട്ട് എടുക്കാം. അതല്ല 24,000 ക്രോസ് ചെയ്ത് പോയാൽ വീണ്ടും 24,000 പുൾ ബാക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ആയിരിക്കണം. 24,000 ക്രോസ് ചെയ്ത് കയറി അത് കഴിഞ്ഞിട്ട് തിരിച്ച് താഴേക്ക് വരുമ്പോൾ വീണ്ടും 24,000 കോൾ എടുക്കാൻ നോക്കാം. പക്ഷെ മിനിമം ഒരു ഡിസ്കൗണ്ട് പ്രൈസിലെങ്കിലായിരിക്കണം. അതായത് ഇത്രയും കയറിയിട്ട് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 61% താഴത്തേക്ക് വന്നതിന് ശേഷമായിരിക്കണം പിന്നെ വാങ്ങേണ്ടത്. ഓക്കെ, ആ ഒരു ട്രേഡും നമുക്ക് ഇതിൽ
അസ്യൂം ചെയ്യാം. മാർക്കറ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് ഡയറക്ഷനിലേക്ക് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. താഴത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് അല്ലേ. അപ്പോൾ അതിൽ ഓരോ ഫിബ് 61-78 ലെവൽസിൽ നമുക്ക് ഒരു പുട്ട് ട്രേഡ് എടുക്കാം. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ് ട്രെൻഡ് അല്ലേ, ഇത് വിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ് ട്രെൻഡ്. അപ്പോൾ ഇവിടുന്ന് ഓരോ പ്രാവശ്യം തിരിച്ചു വരുമ്പോഴും ഈ ഹൈസ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ട് ഓരോ പ്രാവശ്യം തിരിച്ചു വരുമ്പോഴും ഫിബൊനാച്ചി 78 അല്ലെങ്കിൽ 61 ലെവലിനോ നമുക്ക് വീണ്ടും ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പത്തെ ദിവസങ്ങളെ കണക്ട് ചെയ്ത് ഇപ്പൊ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം വലിയൊരു ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്നൊരു പുതിയ ട്രെൻഡ് ഉണ്ടാവണം. ചിലപ്പോൾ ഇന്ന് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ നാളേക്ക് ആയിരിക്കാം, താഴത്തേക്കോ മുകളിലേക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇത്ര നേരമൊന്നും എടുക്കില്ല ഇത് അനലൈസ് ചെയ്യാൻ. നിങ്ങളുടെ മനസ്സിൽ ഇത് ഈ ഒരു സ്റ്റെപ്പ് 1, 2, 3 കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വിതിൻ മിനിറ്റ്സുകൾ കൊണ്ട് 5 മിനിറ്റ് വേണ്ടു അനലൈസ് ചെയ്യാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ നിഫ്റ്റി നമ്മൾ ഇത്ര നേരം എടുത്തിട്ടാണ് അനലൈസ് ചെയ്തത്. ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നിഫ്റ്റി 50-ലുള്ള ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പറയാമോ റാൻഡം ആയിട്ട്? ഈ നിഫ്റ്റി 50-ലുള്ളത് പറയണേ, അല്ലെങ്കിൽ FNL-ലുള്ള സ്റ്റോക്കുകൾ പറയണേ. HDFC. ഓക്കെ, ഇതേ കാര്യം തന്നെ നമുക്ക് സ്റ്റോക്കിൽ ചെയ്യാം അല്ലെ. നമ്മൾ 1 ഡേയുടെ ടൈം ഫ്രെയിം എടുത്തു, ആദ്യം ബിഗ്ഗർ ടൈം ഫ്രെയിം എടുത്തു. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടി. HDFC ഒരുപാട് ബെയറിഷ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ പ്രീവിയസ് റെസിസ്റ്റൻസിലാണ് കറക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തു അല്ലെ, ഈ റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തു, തലേ ദിവസത്തെ ഹൈ മാർക്ക് ചെയ്തു. പിന്നെ തൊട്ടടുത്തത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഇവിടെ ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കഴിഞ്ഞ 2-3 ദിവസത്തെ ഹൈ ഓർ ലോ മാർക്ക് ചെയ്യുന്നതിന് പകരം ഈ 1 ഡേയുടെ ചാർട്ടിൽ കാണുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസുകളാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ റെസിസ്റ്റൻസുകളിൽ ഇനിയൊരു ബെയറിഷ് ട്രേഡ് എടുക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ സപ്പോർട്ടിൽ നമ്മളൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ 1 അവറിലേക്ക് അല്ലെങ്കിൽ 30 മിനിറ്റ്സിലേക്ക് പോയി. 30 മിനിറ്റ്സ്, അപ്പോൾ 1 അവറിൽ പോയാലും 30 മിനിറ്റ്സിൽ പോയാലും ഇതിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം ഇപ്പോൾ വളരെ വലിയൊരു ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത് പ്രീവിയസ് റെസിസ്റ്റൻസിലാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ HDFC ഷോർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് 30 മിനിറ്റ്സ് ആണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് എന്ത് വേണം, 5 മിനിറ്റിൽ പോയിട്ട് ഈ റെസിസ്റ്റൻസ്, ഇപ്പോൾ പ്രീവിയസ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു സോണായിട്ട് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സോൺ, ഒരു 180 hour സോൺ. അപ്പോൾ ഏകദേശം കഴിഞ്ഞ 100 ക്യാൻഡിൽസിൻ്റെ ഒരു ശരാശരി കണ്ണുകൊണ്ട് നോക്കുക, അത്രയും വിട്ടിൽ നമ്മൾ ഈ ഒരു സോൺ മാർക്ക് ചെയ്യുന്നു. റെസിസ്റ്റൻസ് സ്ട്രോങ്ങർ റെസിസ്റ്റൻസ് ആണ്. കാരണം എന്താ, ഇത് അപ്രോച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ബൗൺസ് ഡിസ്റ്റൻസ് ഉണ്ട്, ബൗൺസ് സ്പീഡ് ഉണ്ട്, റീസൻസി ഉണ്ട്, ഫ്രീക്വൻസി ഇല്ല അല്ലെ. ഫ്രീക്വൻസി ഒരു ഘടകം മാത്രമേ കുറവുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇവിടെയും മാനിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പോരാ. ഇനി അടുത്തത് നമുക്ക് തൊട്ട് മുകളിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് നമ്പറും കാണാം, 800 റൗണ്ട് നമ്പർ അല്ലെ, 800 റൗണ്ട് നമ്പർ. അപ്പോൾ നമുക്കത് ടെംപ്ലേറ്റ് റൗണ്ട് നമ്പർ 800. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്ന ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഒന്നില്ലെങ്കിൽ 5 മിനിറ്റിൽ നമ്മൾ താഴത്തേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ ഇവിടെ നിന്ന് തിരിക്കുകയാണെങ്കിൽ ബൈ ചെയ്യാം. കാരണം എന്താ, പ്രീവിയസ് റെസിസ്റ്റൻസ് ടേൺ ടു സപ്പോർട്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലിപ്പ് സോൺ. അപ്പോൾ അതും നമുക്ക് മാർക്ക് ചെയ്യാം. സപ്പോർട്ട് ഗ്രീനിലും റെസിസ്റ്റൻസ് റെഡിലും, ഫ്ലിപ്പ് സോൺ ഓറഞ്ച് കളറിലും മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എളുപ്പം മനസ്സിലാക്കാം. പെട്ടെന്ന് ബ്രെയിനിനെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ 1 മിനിറ്റിൽ എടുത്തിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇതുപോലെ മാർക്കറ്റ് താഴത്തേക്ക് വേവ് ചെയ്ത് വരാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം അല്ലേ. ബൂം, അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ താഴത്ത് 61% തിരിച്ചെത്തുമ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇൻട്രാഡേ ബൈ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇൻട്രാഡേ ബൈ ചെയ്യുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുന്നു, ടാർജറ്റ് ഇവിടെ വയ്ക്കുന്നു, 1, 2. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇൻ കേസ് ഇനി ഇപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം, അതുപോലെ തന്നെയാണ് മുകളിലേക്ക് പോയി ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഒരു പുഷ് കിട്ടി എന്ന് വിചാരിച്ചു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രീമിയത്തിൽ സെല് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടാവുന്ന ആ ലോ കട്ട് ചെയ്യണം, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഇൻട്രാഡേ ഷോർട്ട് ചെയ്യാം. നമ്മളിവിടെ നമ്മുടെ എൻട്രി ഏകദേശം 61% അല്ലേ. ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള 61%. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മേലെ
ഈ റെസിസ്റ്റൻസിന്റെ മേലെ വെക്കാം. കാരണം എന്താ, ഇവിടെയും നമുക്കൊരു റെസിസ്റ്റൻസ് വേറെ ഉണ്ട് അല്ലേ, അത് നമുക്ക് അതിലേക്ക് എത്താൻ കുറച്ച് ഡ്രാഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രീവിയസ് റെസിസ്റ്റൻസ് കണ്ടിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതായത് ഇന്നത്തെ റെസിസ്റ്റൻസ്. അവിടെ നിന്നാണ് വീണ്ടും മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരുന്നത്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 3 റെസിസ്റ്റൻസിന് മേലെ സുരക്ഷിതമാണ്. ടാർജറ്റ് എവിടെ? ടാർജറ്റ് 1:2, അതായത് ടാർജറ്റ് ഇവിടെ. ഇതാണ് നമുക്ക് അടുത്ത പോസിബിൾ ആയിട്ടുള്ള HDFCയിലെ ട്രേഡ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഇവിടെ എത്തി ഇതുപോലെ സംഭവിച്ചാൽ ഇനി 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കടക്കുന്നതാണോ എളുപ്പം, അതോ ഇങ്ങോട്ട് തിരിച്ചു വീഴുന്നതാണോ എളുപ്പം? സാധ്യത ഇങ്ങോട്ട് തിരിച്ചു വീഴാനാണ് അല്ലേ. അപ്പോൾ അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഈ 2 ലെവൽസുകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടേക്ക് വരയ്ക്കാം. മുകളിലേക്ക് പോയി ഈ റെസിസ്റ്റൻസ് നന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ട്രേഡ് പോവാം. അത് 800 ആകുമ്പോഴേക്കും നമ്മൾ ക്ലോസ് ചെയ്യാൻ നോക്കാം. കാരണം 800 മിക്കതും മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചെറിയൊരു സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ 800 ശേഷം മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ 50-50ലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുള്ളിഷ് ട്രേഡ്. ഇനി അഥവാ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഈ ലെവൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ അല്ലേ, താഴത്തേക്ക് വന്ന് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഈ ലെവൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബെയറിഷ് ട്രേഡ് പോകാം. അപ്പോൾ ബെയറിഷ് ട്രേഡ് പോകുമ്പോൾ നമ്മുടെ 5 മിനിറ്റ് ഓക്കെ, ബെയറിഷ് ട്രേഡ് പോകുമ്പോൾ നമ്മുടെ ടാർജറ്റ് എവിടെയായിരിക്കണം? ഈ ഒരു ലെവലിലായിരിക്കണം അല്ലെ. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പൊട്ടിച്ചിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ പിന്നെ ഇവിടം വരെ നല്ലൊരു റാലിക്കുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 1:3 or 4 ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ക്ലിയർ അല്ല? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ, അതുപോലെ റിലയൻസ്, HDFC അല്ലെങ്കിൽ വെയിറ്റേജ് സ്റ്റോക്സുകൾ, ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ വെയിറ്റേജ് സ്റ്റോക്സുകൾ എടുത്തിട്ട് ഇതേ കാര്യം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നിഫ്റ്റി ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമല്ല നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കില്ല് വേഗം ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു ദിവസം ഒരു 10 ചാർട്ട് എടുത്തിട്ട് ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5-10 ചാർട്ടിൽ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഫൈൻഡ് ദ ക്ലോസസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്സ് ആൻഡ് റൗണ്ട് നമ്പർ, മാർക്കറ്റ് പ്രോപ്പർലി. അതിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ 5 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. റീസൻസി, അപ്രോച്ച് ഡിസ്റ്റൻസ്, ബൗൺസ് സ്പീഡ്, ഫ്രീക്വൻസി. ഈ 5 എണ്ണം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുക, അത് വരച്ചിടുക. അവിടെ അലേർട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ ട്രേഡിംഗ് വ്യൂ ഫ്രീ പ്ലാനിൽ നമുക്ക് 2 അലേർട്ടോ 3 അലേർട്ടോ കണ്ട് ഫ്രീ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ സെറോത്തെ നിങ്ങൾ യൂസ് ചെയ്യണ ബ്രോക്കറുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് അലേർട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ മിനിമം ഒരു 5 സ്റ്റോക്കെങ്കിലും ഇതുപോലെ റെഡി ആക്കി വെക്കാം. 5 സ്റ്റോക്കിൽ അപ്സൈഡും ഡൗൺ സൈഡും ഈ 2 അലേർട്ട് വെച്ച് 10 അലേർട്ട് ഇട്ട് വെക്കുക. അപ്പോൾ മിക്കതും ഒരു രാവിലെ 10 മണിക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരെണ്ണം ഹിറ്റ് ആവും അല്ലെ, 1-2 ഹിറ്റ് ആവും. അതിൽ ഒരെണ്ണമാണ് നമ്മൾ വിചാരിക്കുന്നിടത്ത് തിരിയണം എന്നുള്ളൂ. അപ്പോൾ 2-3 ഒരു 5 എണ്ണെങ്കിലും മാർക്ക് ചെയ്ത് 2 സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്കൊരു ദിവസം ഒരു ഷോർട്ട് ട്രേഡ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിൽ ഡൗട്ട് ഉള്ളവർക്ക് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്ഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാം. അത് ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്തുകൊണ്ട് മറ്റേ HDFC ബാങ്കിൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഓപ്ഷൻസിൽ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ എപ്പോഴും സേഫ് ഇൻഡെക്സ് ചെയ്യേണ്ടതാണ്. നിഫ്റ്റി മറ്റേ HDFC റിലയൻസ് പോലെയുള്ള സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസിൽ ചെയ്യുന്നേക്കാളും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള നിഫ്റ്റിയിൽ ചെയ്യുന്നത് പഠിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഫോർ എക്സാമ്പിൾ 24,000 ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിംപിളി ബൈ ചെയ്യണതായിട്ട് സങ്കല്പിക്കാം. ശരിക്കും നമുക്ക് ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ എത്തിയിട്ട് ഒന്ന് വീണിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യമൊക്കെ ബ്രേക്ക് ചെയ്താലേ, അല്ലെങ്കിൽ 2 പ്രാവശ്യം വീണിട്ട് ബ്രേക്ക് ചെയ്താലാണ് നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുകയാണ്, ഈ 24,000 ബ്രേക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. 24,000 ബ്രേക്ക് ചെയ്യുമ്പോൾ ATM എത്രയായിരിക്കും? 24,000 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ പ്രൈസ് ഏകദേശം ഒരു 24,010 രൂപ എത്തിയെന്ന് വിചാരിച്ചു, അല്ലെ 10 എത്തിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 24,005 എത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ATM 24,000. ഇനിയാണ് നമ്മൾ എക്സിക്യൂഷൻ പാർട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏതൊരു ബ്രോക്കറുടെ പാനലിൽ പോയാലും ഇതുപോലെ ഒരു ലെൻസിന്റെ പടം കാണാൻ പറ്റും, സെർച്ച്. അപ്പോൾ അതിൽ പോയിട്ട് പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് വേണം? NIFTY, ആ സിമ്പിളിന്റെ പേര് സെർച്ച് ചെയ്യാം. ഇപ്പോൾ HDFC ആണെങ്കിൽ HDFC ബാങ്ക് അല്ലേ. അത് കഴിഞ്ഞ് ഒരു സ്പേസ് ഇടാം. അത് കഴിഞ്ഞിട്ട് കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ എന്നുള്ളത് സെർച്ച് ചെയ്യാം.
ഫോർ എക്സാമ്പിൾ 24 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കാം? കോൾ ഓപ്ഷൻ. അപ്പോൾ CE എന്ന് ടൈപ്പ് ചെയ്യുക, സി ഇട്ടിട്ട് സ്പേസ് അടിക്കുക, CE ഫോർ കോൾ ഓപ്ഷൻ യൂറോപ്യൻ. അപ്പോൾ നമുക്ക് അമേരിക്കൻ ഓപ്ഷൻസ് ഉണ്ട്, യൂറോപ്യൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇന്ത്യക്കാർ ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ സ്റ്റൈലാണ്. അപ്പോൾ യൂറോപ്യൻ ഓപ്ഷൻസ് CE. അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മൾ സ്ട്രൈക്ക് അടിക്കാൻ മറക്കരുത് 24,000. ഓക്കെ, ഇത്ര അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല എക്സ്പയറി കിട്ടും. നിഫ്റ്റി 16-ാം തീയതി ഉണ്ട്, 23-ാം തീയതി ഉണ്ട്, 30-ാം തീയതി ഉണ്ട്. എല്ലാ മാസവും എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച എക്സ്പയറി ആണ്. അപ്പോൾ നമ്മളതിൽ ക്ലോസസ്റ്റ് എക്സ്പയറി എടുക്കാൻ തെറ്റി നമ്മൾ അടുത്ത എക്സ്പയറി എടുക്കരുത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വിലയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലോസസ്റ്റ് എക്സ്പയറി എടുക്കുക. ഇനി എക്സ്പയറി ഡേറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ചൊവ്വാഴ്ചയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അടുത്ത എക്സ്പയറി നോക്കാം. ഇപ്പോൾ ഇന്ന് 15-ാം തീയതി ആയി, നാളെയാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 23-ാം തീയതി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ തെറ്റി 16-ാം തീയതി എടുക്കരുത്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കണം, സ്ട്രൈക്ക് പ്രൈസ് കൃത്യമായിട്ട് അടിക്കണം. കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ തെറ്റരുത്. നിഫ്റ്റി സിമ്പിൾ അടിക്കണം. അത്ര അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓർഡർ ടൈപ്സുകൾ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു എൻട്രി ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ആണ് ജനറലി എല്ലാവരും യൂസ് ചെയ്യാറ്. അതിൽ മാർക്കറ്റ് ഓർഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന വിലയ്ക്ക് 81 രൂപ 20 പൈസയ്ക്ക് ആ മൊമെന്റിൽ തന്നെ അത് എക്സിക്യൂട്ട് ആവും. പക്ഷെ നമുക്ക് അതിൽ സ്പ്രെഡ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ക്വിക്കായിട്ട് ഇതിലൊന്ന് നോക്കാം. ഇപ്പം എത്രയാണ് കാണാൻ പറ്റുന്നത്? 81 രൂപ 15 പൈസയാന്ന് വിചാരിച്ചോ. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരിക്കലും എപ്പോഴും ഒരു ശീലം വളർത്തിയെടുക്കണം. ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ തന്നെ ഇവിടെ അടിച്ചു കൊടുക്കാം, പ്രൈസിൽ അടിച്ചു കൊടുക്കുക, ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട്. ഇപ്പം 81.95 ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ ഒന്നും ആലോചിക്കുന്നില്ല, പിന്നെ നോക്കിക്കൊണ്ടിരുന്ന കൺഫ്യൂഷൻ ആയിരിക്കും. 81.95 അടിക്കുക, ബൈ അടിക്കുക. അപ്പോൾ ബൈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവുണ്ട്. മനസ്സിലായോ? ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന പ്രൈസിന് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം മാർക്കറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാബിറ്റായിട്ട് എടുക്കുക. ഒരു 20% ടൈം നമുക്കത് മിസ്സാവും. നിഫ്റ്റിയിലാണെങ്കിൽ 80% ടൈം നമുക്കത് കിട്ടും. അതായത് 5 ട്രേഡ് മുമ്പ് ഒരു ട്രേഡ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ഉൾക്കൊള്ളാൻ റെഡി ആണെങ്കിൽ, ആ മിസ്സിങ് പെയിൻ ഉൾക്കൊള്ളാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓർഡർ ആണ് ഏറ്റവും ബെസ്റ്റ്. അതല്ല അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് മെന്റലി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓർഡറിന് ട്രേഡ് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് ബ്രേക്ക് ഔട്ട് ട്രേഡ്സുകളാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡർ അങ്ങ് ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് 24,000 എത്തിയിട്ട് നിഫ്റ്റി ഇങ്ങനെ 1 അടിച്ച് 2 അടിച്ച് 3 അടിച്ച് ലാസ്റ്റ് പൊട്ടണം. അപ്പോൾ ഇത് നോക്കിയിരിക്കുന്ന ഇന്ത്യയിലുള്ള എല്ലാവരും ഒരുമിച്ച് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡറിൽ ഇട്ടാൽ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡുകൾക്ക് എപ്പോഴും നമ്മൾ മാർക്കറ്റ് ഓർഡറിന് വാങ്ങുകയും നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായിട്ട് തിരിച്ച് കയറി വന്ന് 61%-ന്ന് ഷോർട്ട് ചെയ്യണത് അല്ലെങ്കിൽ ബൈ ചെയ്യണത് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇടുകയുമാണ് ബെറ്റർ. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആവുകയാണ്. നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോവാണ്. നമുക്ക് 2 ടൈപ്പ് ഓർഡർ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. പക്ഷെ ബ്രേക്ക് ഔട്ട് ട്രേഡുകൾക്ക് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 80% ടൈമും കിട്ടില്ല, 20% ടൈമേ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡുകൾക്ക് നിങ്ങൾ കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇരുന്നിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കാൻ നമുക്ക് മാർക്കറ്റ് ഓർഡർ തന്നെ വാങ്ങാം. ഇനി പുൾ ബാക്ക് ട്രേഡുകൾക്ക് നമുക്ക് ലിമിറ്റ് ഓർഡർ എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ പുൾ ബാക്ക് ട്രേഡ് എന്താണ്? എങ്ങനെ ഇരിക്കും പുൾ ബാക്ക് ട്രേഡ്? നമ്മൾ ഓൾറെഡി ഇത് നല്ല കൺസോൾട്ടേഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ചോ, നേരെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വരികയാണ് അല്ലേ. ഈ ഒരു ലെവലിലേക്ക് 24,000 വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് 24,000 ഇനി സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റെഡ് ലൈൻ എടുത്തിട്ട് ഗ്രീൻ ലൈൻ ആക്കി മാറ്റും, അടുത്ത സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള സ്ഥലം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 1 മിനിറ്റിന്റെ സ്ട്രക്ചർ നോക്കിയിരിക്കുക. താഴ്ത്തേക്ക് വന്നു, മുകളിലേക്ക് പോയി, താഴ്ത്തേക്ക് വന്നു, മുകളിലേക്ക് പോയി, ലോവർ ഹൈ ആയിട്ടാണ് വരുന്നത്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതിനുശേഷം നമ്മൾ പറഞ്ഞു മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ 61% ഓർഡർ ഇട്ട് വാങ്ങാൻ പറഞ്ഞു അല്ലേ. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ലിമിറ്റ് ഓർഡർ. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വയ്ക്കുക. ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചാൽ ആ 61 എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അത് അടിക്കും, എന്തായാലും അത് ഫില്ലാവും. മനസ്സിലായോ? അപ്പോൾ ഓരോ ദിവസം നമുക്ക് ചെറിയ അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങളാണ് പുതിയതായിട്ട് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4 ടൈപ്പ് ഓർഡേഴ്സ് ഒക്കെ നമ്മൾ മുന്നേ പഠിച്ച് തറാക്കിയതാണ് അല്ലേ. മാർക്കറ്റ് ഓർഡർ എന്താണ്, ലിമിറ്റ് ഓർഡർ എന്താണ്, SL ഓർഡർ എന്താണ്, SLM ഓർഡർ എന്താണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറാണ്.
മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൈസിന് അവിടെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആ പ്രൈസിന് നമുക്ക് കിട്ടും. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ, കിട്ടുന്ന പൈസക്ക് വാങ്ങാം. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപയുടെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ 20 പൈസയാണ് നമ്മൾ അവസാനം കണ്ടതെന്ന് വിചാരിച്ചു. ആ 20 പൈസ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുകയാണ്. അതായത് 1000 രൂപ 20 പൈസക്ക് തന്നെ നമുക്ക് കിട്ടുള്ളൂ. 30 പൈസയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. 35 പൈസയിൽ 30 പൈസയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. അത് ആ 20 പൈസയിലേക്ക് എപ്പോഴാണെന്ന് ടച്ച് ചെയ്യണത് അപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. അഥവാ 30 പൈസയിൽ നിന്ന് ഒരിക്കലും 20 പൈസ ടച്ച് ആവാതെ മുകളിലേക്ക് പോയാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ബ്രേക്ക് ഔട്ട് ട്രേഡ്സുകളാണ് നിഫ്റ്റിയിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ ഇട്ട് വാങ്ങുന്നത്. പുൾ ബാക്ക് ട്രേഡ്സുകൾ എപ്പോഴും നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടാണ് വാങ്ങാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കാൻ നിൽക്കേണ്ട, സാധാരണ നിങ്ങൾ എടുക്കാറുള്ള പോലെ തന്നെ മാർക്കറ്റ് ഓർഡറിന് എടുത്തു. അപ്പൊ എന്തായാലും മാക്സിമം വേഗം ട്രേഡ് എടുക്കാൻ നോക്കുക. നമ്മളെപ്പോഴും ഈ ഒരു സ്കിൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വരച്ചിട്ടുകൊണ്ട് മാത്രം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ട്രേഡ് എടുക്കുക, അതിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഇമോഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ നിഫ്റ്റിയിൽ വരച്ചിട്ടിട്ട് ഇന്ന് തന്നെ ട്രേഡ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് കിട്ടിയോ, അതിൽ എത്ര പ്രോഫിറ്റ് കിട്ടി, ലോസ് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നാളെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, എവിടെ നിന്ന് എടുത്തു, എന്തുകൊണ്ട് എടുത്തു, എത്ര പ്രോഫിറ്റ് ലോസ് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. നാളെ നമുക്ക് സെൻസിബിളിൽ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് എത്ര പ്രോഫിറ്റ് ലോസ് വരും എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം മുടങ്ങാതെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബുധനാഴ്ച കാണാം. ഓക്കെ അല്ലേ? OT എന്നൊന്ന് ഓർമ്മിക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണും ഫിബൊനാച്ചിയും നമുക്ക് ഫോക്കസ് ചെയ്യാം. OT അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഓർമ്മിച്ചോളൂ കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 9 കൂടിയിട്ടൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്ന് ഓർമ്മിച്ചോളൂ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡിംഗ് ഇട്ടേക്കാം. ഓക്കെ, ബൈ ബൈ. ഷൂട്ടുണ്ടാ? കാപ്പി കൊണ്ടുവച്ച കാര്യം മറന്നുപോയി, തണുത്തു. ഇനി ഇത് ഇങ്ങനെ കുടിച്ചു തീർക്കുന്നതാണ്. ഇങ്ങനെ ചൂട്ടോടെ നല്ല രസമാണ്.